അമേരിക്കയുടെ പണ്ടൊരു തീവ്രവാദി കളിച്ചിട്ടുണ്ട്, ഒസാമ ബിൻ ലാദൻ എന്നാണ് പേര്. ഇയാൾക്ക് അഫ്ഗാനിസ്ഥാൻ അഭയം കൊടുത്തു. പിന്നീട് നമ്മൾ കണ്ടതാണ് അമേരിക്ക അവിടെ കയറി മേഞ്ഞത്. അതുപോലെ ഇപ്പോൾ ഇസ്രായേലും അതേ സമാനമായ സാഹചര്യമാണ് ഇവിടെ വരുന്നത്. ഇസ്രായേൽ പറഞ്ഞു, പലവട്ടമായിട്ട് വാർണിംഗ് കൊടുത്തിരുന്നു ഖത്തറിന്, അതായത് ഈ ഹമാസിനെ അവിടെ നിന്ന് ഇറക്കി വിട്, നിങ്ങൾ അവിടെ താവളം ഒന്നും കൊടുക്കരുത്. ഈ ഖത്തർ അത് കേട്ടില്ല, അവസാനം അവിടെ കയറി അടിച്ചു. ഇപ്പോൾ ഈ തിരിച്ചടിക്കുമെന്നൊക്കെ ഖത്തർ പറയുന്നുണ്ട്, എവിടെ ഇട്ടടിക്കാനാണെന്നറിയില്ല. എന്തായാലും അവരിപ്പോൾ ഒത്തുകൂടുന്നു, അറബികളെല്ലാം കൂടെ ഒത്തുകൂടുന്നുണ്ട്. ഒത്തുകൂടി കുഴിമന്തിയും കഴിച്ചിട്ട് പോകാമെന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഇവർ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പാടാ. കാരണം ഈ GCC രാജ്യങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇവരെ ചൂഷണം ചെയ്യാനേ നിന്നിട്ടുള്ളൂ. അല്ലാതെ സ്വന്തമായിട്ട് നിലനിൽപ്പിന് വേണ്ടി കണ്ടമാനം പൈസ കയ്യിലുണ്ട്, പക്ഷേ സ്വന്തമായിട്ട് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സുരക്ഷാ സംവിധാനമോ അല്ലെങ്കിൽ ഒരു സൈനിക ബലമോ ഒന്നും ഉണ്ടാക്കാൻ അവർക്ക് ഇടം കൊടുത്തിട്ടുമില്ല. ആ സ്ഥാനത്ത് കൊണ്ട് മറ്റവൻ്റെ ചെലവിൽ അങ്ങനെ പട്ടാളത്തെ കൊണ്ട് ഇട്ടേക്കുക. ആരുടെ ചിലവാ? ആ രാജ്യത്തിൻ്റെ ചിലവ് തീറ്റിപ്പൂറ്റി അവിടെ ഇട്ടേക്കുക. വല്ല രക്ഷ രാജ്യങ്ങളുടെ ചിലവാണ്. പിന്നല്ല ആരുടെ ചിലവാ? ആ രാജ്യങ്ങളുടെ ചിലവാ. എന്നിട്ട് അവനെ കൊണ്ടുവന്ന് തീറ്റിപ്പൂറ്റി രണ്ടാക്കണം. ഏത് സമയത്തും അവന് കിഷിങ്ങാനൊക്കത്തില്ല. പിന്നെ ആരെങ്കിലും വരുമെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറയും. ആരും വരത്തില്ല. ഇപ്പോൾ വന്ന് കൈകാര്യം ചെയ്തിട്ട് എന്തോ ചെയ്തു? കൊള്ളാന്ന് വെച്ചാൽ കൊള്ളാമെന്ന് വന്നാൽ ഒന്നും ചെയ്യാനില്ല. മനസ്സിലായില്ലേ? ഇപ്പം ഇതിനകത്ത് ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന് ലോകത്തിൻ്റെ മുമ്പിൽ നാണം കെട്ടുപോയിരുന്നു. നമ്മൾ പറയുമ്പോൾ ഒരു അഭിമാനമൊക്കെ ഇല്ലേ? കാരണം ആർക്കും കയറി അടിക്കാവുന്ന ചണ്ടയായി. പണ്ട് ഇറാൻ കയറി അടിച്ചിട്ട് പോയി. ഇപ്പം താണ്ട് ഇവിടെ കയറി അടിച്ചിട്ട് പോയി. ഇപ്പം തിരിച്ച് അതിനകത്ത് വലിയൊരു രസമെന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കേണ്ടത്, ഇത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പറഞ്ഞു ഇതുപോലെ യുദ്ധ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കണം, മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. നെതന്യാഹു പറഞ്ഞു കാര്യമൊന്നുമില്ല, എനിക്ക് എൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷ നോക്കി വെക്കത്തുള്ളൂ. ഇയാളെന്തിനാ അവിടെ ഈ പറഞ്ഞവനെ കണ്ടടിക്കുകയാണെങ്കിൽ എല്ലാം കൂടെ വിളിച്ച് താമസിപ്പിച്ചേക്കുന്നത്? കുറ്റവാളിയാണ് അല്ലെങ്കിൽ ഈ ആൾക്കാരെ താമസിപ്പിച്ചേക്കുന്നത്. ഞങ്ങൾ അടിച്ചു. ആരെ അടിച്ചത്? ഭീകരവാദികളെ അടിച്ചത്. അത് ശരി, ഭീകരവാദികളെ അടിച്ചപ്പോൾ ഇയാളിപ്പോൾ ഭീകരവാദികളുടെ ഭാഗം നിന്ന് സംസാരിക്കുന്നവരാണെന്നല്ലേ പറഞ്ഞു. എൻ്റെ രാജ്യത്ത് അവർക്കൊന്നും പറ്റിയില്ല, ഇനി അടിക്കും, പറ്റുന്നിടം വരെ അടിക്കും, അതിന് യാതൊരു രക്ഷയില്ല. ഇവിടെ 2012 തൊട്ട് ഈ പറയുന്നത് ഈ ഭീകരവാദികളുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ ഓഫീസുണ്ട്. എല്ലാ ഭീകരവാദികളുടെ ഓഫീസുണ്ടല്ലോ. ഈ പറയുന്ന ഗാസ തലവന്മാരെ എടുത്തു പറയത്തക്കോണമുള്ള എല്ലാവരുടെയും ഓഫീസ് അവിടെ ഉണ്ട്. എല്ലാവരും താമസിപ്പിച്ചേക്കുന്ന ഇവിടെ. എല്ലാവരും 28 പെണ്ണുപിള്ളമാരും അതിൻ്റെ പിള്ളേരും ഉണ്ട്. അവനെല്ലാം വലിയ 7 സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ള വീടുണ്ട്. 7 സീരീസ് BMW അല്ലെങ്കിൽ ബെൻസും ലോകത്തിന് നിലവാരത്തിലുള്ള കാറുകളുണ്ട്. ഇവൻ അവിടെ നിന്നിട്ട് ഇസ്രായേലിൽ വെക്കടാവിടി എന്ന് പറയുമ്പോൾ ഒപ്പിക്കുക. ഇയാളെ അവിടെ താമസിപ്പിച്ചേക്കുന്നത്. എന്നിട്ട് ഇയാൾ ഒരു ഇടനില കളിക്കുക. പറഞ്ഞ കാര്യം, ഇയാൾ ഖത്തർ ഇടനില കളിക്കുക. കാരണം ബന്ദികളെ വിടുന്നതിന് പുള്ളിയുടെ ഇടനില, ഖത്തറിൻ്റെ ഇടനില, അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ ഇടനില. അപ്പം ഇതെവിടായി ബന്ദികളെ വെച്ചേക്കുന്നതെന്നും ആരാണ് ഇവനൊക്കെ സുരക്ഷ ഏർപ്പെടുത്തുന്നത് ഉള്ളതിനെ പറ്റി വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പം ആദ്യമേ തന്നെ ഇത് ഞങ്ങൾ മനസ്സിലാക്കി നിന്നത്. പിന്നെ അവിടെയൊക്കെ ഒന്ന് ഒതുക്കട്ടെ, കാരണം ഈ ഒന്ന് അടിച്ചൊതുക്കിയിട്ട് ഇതിൻ്റെ കേന്ദ്രത്തിൽ കയറി അടിക്കാമെന്നുള്ള രീതിയിലേക്കാണ് അടിച്ചത്. അപ്പം ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഖത്തറിൻ്റെ മുതലാളി പറഞ്ഞത്, അല്ലെങ്കിൽ ഖത്തറിൻ്റെ മുതലാളിയോട് നെതന്യാഹു പറഞ്ഞത്, എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. പിന്നത്തെ ആരും കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട. പണ്ട് ബിൻ ലാദൻ്റെ അവസ്ഥ അറിയാമല്ലോ. ബിൻ ലാദനെ അമേരിക്ക കയറി അടിച്ചു, അതിനെ സംരക്ഷിച്ചത് അഫ്ഗാനിസ്ഥാനെ തകിടം മറി. ഞങ്ങളുടെ രാജ്യത്ത് കയറി ഞങ്ങളുടെ പൗരന്മാരെ ആക്രമിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, നാളെ കാലത്ത് ഈ പറയുന്ന ഞങ്ങളുടെ രാജ്യത്തിൻ്റെ തൊട്ടായിട്ടുള്ള പ്രോക്സികളെ സംരക്ഷിക്കുന്ന ഒരവസ്ഥ ഏത് രാജ്യമാണെങ്കിലും ഇപ്പം ഖത്തറിനോടാണ് പറയുന്നത്. ബിൻ ലാദൻ്റെ അവസ്ഥ നമുക്ക് ഉണ്ടാവും. അതിന് യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ പറഞ്ഞത് അമേരിക്ക പറഞ്ഞാലും അടിക്കരുത്, അമേരിക്കയല്ലേ ഏതോ പറഞ്ഞാലും അടിക്കും, അമേരിക്കയല്ലേ ഏതോ പറഞ്ഞാലും നമ്മൾ അടിക്കും. കാരണം ഇത് ഈ ഒരു ബലം ഈ പറഞ്ഞ നെതന്യാഹുവിന് ഉണ്ടാവുകയും അങ്ങനെ പറയുകയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് കരണത്ത് കിട്ടാവുന്നതല്ലേ. ഖത്തറിന് അല്ലാതെ കിട്ടി, അമേരിക്ക കരണത്ത് കിട്ടി. കാരണം അമേരിക്ക ബഡ്ജറ്റ് വെക്കുന്നത് ഈ പൈസക്കകത്ത് ഇത്ര പൈസ മാറ്റി വെക്കുന്ന ആർക്ക് വേണ്ടിയാണ്? നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടിയാണ്. ആ ഇസ്രായേലിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞേക്കാന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞാലും അടിക്കും. ഇനി ആര് പറഞ്ഞാലും ട്രംപിനെ പറ്റി പറഞ്ഞ ട്രംപ് ഒരു പക്ഷേ ചൂടാവും, പക്ഷെ ബാക്കിയൊക്കെ വെറും ഷോ ആണെന്നുള്ള. ചൂടായിട്ട് കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇത് ഇന്ത്യയുടെ നിലപാടാണ്. അതായത് ഇന്ത്യയുടെ ആ നിലപാടിനോട് യോജിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനം. അതായത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് അവിടുത്തെ മാധ്യമങ്ങൾ മൊത്തം ചർച്ച ഇന്ത്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമ്മൾ ഈ എല്ലാവരുടെ മുമ്പിൽ ചെന്ന് കുരുങ്ങിക്കേണ്ട കാര്യം എന്തോന്നില്ല. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പോളിസി ഉണ്ടാവണം, രാജ്യത്തിൻ്റെ അഭിപ്രായം ഉണ്ടാവണം. വല്ലവനും പറയുന്നതെല്ലാം കേട്ടിട്ട് അത് ഇന്ത്യ കണ്ടുപിടിക്കാനെന്ന് അവിടുത്തെ മാധ്യമങ്ങൾ, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്ത് തുടങ്ങി. ഇത് ഇന്ത്യ കണ്ടുപിടിക്കാൻ ഈ പറഞ്ഞ ഇസ്രായേൽ മാത്രമല്ല ചർച്ച ചെയ്യുന്നത്, ആസ്ട്രേലിയ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങി.
GCC രാജ്യങ്ങൾ കാത്ത് പറഞ്ഞു തുടങ്ങി. നമ്മൾ ഇവൻ്റെ കൂടെ ഇവൻ്റെ കാര്യവും പറഞ്ഞ് നമ്മുടെ എണ്ണയും കൊണ്ടുപോയി നമ്മളെ വെച്ച് വെക്കുന്നൊക്കെ തുടങ്ങിയിട്ട് കുറേ കാലമായി എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ ലോകം മൊത്തവും G7 രാജ്യങ്ങളെടുത്ത് താരിഫ് ഇന്ത്യക്കെതിരെ കൂട്ടണമെന്ന് പറഞ്ഞപ്പോൾ എന്തോ പറഞ്ഞ് നടക്കത്തില്ല. അവരുമായിട്ട് അങ്ങനെ കയറി ഇയാൾ പറയുന്ന പോലെ താരിഫ് കൂട്ടിയിട്ട് ഒരു ബന്ധമുണ്ട്, ആ ബന്ധം നശിപ്പിച്ചാൽ നമ്മുടെ രാജ്യത്തെ ആളെ കഞ്ഞി കുടിച്ച് കിടക്കാൻ പറ്റത്തില്ല. ഇത് യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞു, നാറ്റോ രാജ്യങ്ങൾ പറയുന്നു. അതായത് ഇന്ത്യയുമായിട്ട് കളിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഖത്തറിനോട് കൂട്ടിച്ചേർന്നു ലോകം മൊത്തം ഈ പറയുന്ന അമേരിക്കയ്ക്ക് ഉൾപ്പെടെ അമേരിക്ക പറഞ്ഞാൽ കേൾക്കേണ്ടാത്ത രീതിയിലേക്കുള്ള ഒരു കാര്യവും സംവിധാനവും അല്ലെങ്കിൽ അത്തരത്തേക്കുള്ള ഒരു രീതിയിലേക്കും പോവുകയാണ്. അപ്പൊ ഇപ്പം നെതന്യാഹു സഹിക്കാൻ വയ്യ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന പോലെ ഇറാനുമായിട്ടൊരു അടി നടന്നു. ഇറാനുമായിട്ട് അടി നടന്നിട്ട് ഈ യുദ്ധം നിർത്തി കഴിഞ്ഞിട്ട് ഈ നെതന്യാഹുവിനെതിരെ പറഞ്ഞൊരു പറച്ചിൽ കേട്ടായിരുന്നു. അയാൾ നെതന്യാഹുവിനെ പരസ്യമായിട്ട് ചീത്ത വിളിക്കുക. ലോകം മൊത്തവും ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ അംഗീകരിക്കുന്ന ഒരു നേതാവ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അയാൾ പരസ്യമായിട്ട് ചീത്ത വിളിച്ചിട്ട് ഈ ചീത്ത വിളിക്കുന്ന വീഡിയോ എടുത്ത് ട്രൂത്ത് അയാളുടെ സോഷ്യൽ മീഡിയക്ക് അതിട്ടേക്ക്. പിന്നെ അന്നേരം അയാളെ മര്യാദയ്ക്ക് അയാളൊന്നും പറഞ്ഞില്ല. ഇപ്പൊ അയാൾ പറഞ്ഞു ഞങ്ങളുടെ കാര്യത്തിന് കാര്യം തീരുമാനിക്കാൻ ഞാൻ അത് അമേരിക്ക പറഞ്ഞെങ്കിൽ അത് അമേരിക്കയുടെ കാര്യം, എൻ്റെ രാജ്യത്തിന്റെ സുരക്ഷ, എൻ്റെ രാജ്യത്തിന്റെ കാര്യങ്ങൾ ഇതൊക്കെ തീരുമാനിക്കുന്ന ഞാൻ. അപ്പം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഖത്തർ നിവർത്തിയിൽ ഈ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത എന്തോ എല്ലാ GCC രാജ്യങ്ങളും കൂടി ആലോചിച്ചു. എന്തോ ആലോചിച്ചിട്ട് കാര്യം ആലോചിക്കണമെങ്കിൽ ഇത് ആലോചിച്ചാൽ ഒരു കാര്യം നടക്കണം, അല്ലെങ്കിൽ അത്തരത്തിൽ ആലോചിക്കാനുള്ള കരുത്ത് വേണം, അല്ലെങ്കിൽ ഇവരാലോചിച്ചാൽ ലോകം ഭയക്കണം. അങ്ങനെയൊന്നും ഉള്ള ഒരു രാജ്യം ഇപ്പം അവരെല്ലാം കൂടി നേരത്തെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി എന്നുള്ളതേ ഉള്ളൂ. ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം കൂടെ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിനകത്ത് ഇടപെടുന്നതിന് വേണ്ടി പാകിസ്ഥാൻ്റെ വിഷയം വന്നപ്പോൾ പാകിസ്ഥാൻ ആശ്രം പൂച്ചരം നമ്മളടിച്ചില്ലേ. ഇയാൾ GCC രാജ്യങ്ങളെന്താ GCC രാജ്യത്തെന്ന് പരാതി പറഞ്ഞല്ലോ. അവരെന്തേനാ ശരി അത് കിട്ടിയല്ലയോ, നമുക്കത് ഞങ്ങൾ പറഞ്ഞായിരുന്നു. അല്ല ഇപ്പം തൽക്കാലം അതല്ലാതെ ഇപ്പം നമുക്കതിനകത്ത് എന്തോ പറയാനാ, നിങ്ങളുടെ കയ്യിലും തെറ്റില്ലയോ എന്നൊക്കെ അവരവരുടെ വ്യാപാരമൊക്കെ ആയിട്ടങ്ങ് പോകുന്നു. അവർക്ക് താല്പര്യമൊന്നുമില്ല. അപ്പം ഇതിനകത്ത് ഒന്ന് നിവർത്തികളുണ്ട്, രണ്ടാമത് ഈ പറയുന്ന സിസ്റ്റത്തിനൊക്കെ മാറ്റം വരണം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വല്ലോരെയും താങ്ങി നിന്നാൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരവസ്ഥ വരുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ നടത്താനോ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞതും ഈ നമ്മളിപ്പോൾ കൂട്ടി വായിക്കുന്ന ഖത്തർ, അതായത് അമേരിക്കയുടെ സാമന്ത രാജ്യം അല്ലെങ്കിൽ അവർ ഉപയോഗിക്കപ്പെടുന്ന രാജ്യങ്ങളെപ്പോലും അമേരിക്കയ്ക്കും സംരക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇതേ രീതിയിലേക്കുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയതിന് കാരണക്കാരെ ഇന്ത്യക്കാരൻ തന്നെ. പുറത്ത് ഇറങ്ങിയെന്ന് പറയാൻ തുടങ്ങിയപ്പാ ഇല്ലപ്പാ അവിടെ ഇല്ല, നമുക്ക് വന്നത് ഇതേ രീതിയിലേക്കാണ്. അപ്പോൾ ഖത്തറിൻ്റെ അടുത്ത് പറഞ്ഞു മര്യാദയ്ക്ക് എന്നോണം, അല്ലെങ്കിൽ ബില്ലാദിൻ്റെ അവസ്ഥ നിനക്കുണ്ടാകും. ആരോടാ പറയുന്നത്? ഖത്തറിൻ്റെ ഭരണാധികാരിയോടാ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.